നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വരുന്നൊരു സ്റ്റേജാണ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ വെച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കോളേജിലായിട്ട് അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നത്. ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഗവൺമെൻറ് കോളേജസ്, പ്രൈവറ്റ് കോളേജുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്മിഷൻ വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫേസ്, ഈ ഒരു ഓപ്ഷൻ പ്രധാനമായിട്ടും എനേബിൾ ആവുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്താണ്. അതായത് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അതിനകത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മളൊരു 10,000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഒരു 10,000 രൂപ ഫീസ് ഓൺലൈനായിട്ട് അടച്ചതിന് ശേഷമാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടച്ച 10,000 രൂപ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇത് തിരിച്ച് കിട്ടുമോ തുടങ്ങിയ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അത് നമ്മൾ തുടർന്ന് പറയുന്നതായിരിക്കും. അതായത് പ്രധാനമായിട്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന സ്ട്രീംസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീമുണ്ട്, ആർക്കിടെക്ചർ സ്ട്രീമുണ്ട്, മെഡിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ അലൈൻഡ്, ബിഫാം സ്ട്രീംസിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇതേ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നതും. ഇനി സപ്പോസ് ചില സമയങ്ങളിൽ ഈ ഒരു എല്ലാ സ്ട്രീമുകളിലേക്കും ഒരേ സമയം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഇത് പല സമയത്തായിട്ടായിരിക്കും വരുന്നത്. അതായത് എഞ്ചിനീയറിങ്ങിന് നമ്മളൊരു സമയത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും, ബാക്കിയുള്ള സ്ട്രീമിന് വേറെ പല സമയത്തായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എൻട്രൻസ് കമ്മീഷണർ ഒരുക്കും. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു നിങ്ങളുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ എനേബിൾ ആവും. ആ ഒരു സമയത്ത് ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഒരുപാട് കോളേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ തന്നെ സാധാരണ രീതിയിൽ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഷുവറുള്ള, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എഞ്ചിനീയറിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിക്കവരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കോളേജാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള CET കോളേജ്. അപ്പോൾ CET ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് CET തന്നെ വെക്കുക. CET കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വെക്കുക. ആ ഒരു ക്രമം ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ആ ഒരു രീതിയിൽ ഒരു ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇനി ഉള്ളൊരു കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു, അതിനുശേഷം വരുന്ന സ്റ്റെപ്സാണ് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അതായത് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തുടങ്ങേണ്ടതായിട്ട് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, ആ ഒരു കോളേജിൽ എന്തായാലും നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത്, ഇപ്പോൾ ഒരു കോളേജിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു, അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള അഡ്മിഷൻ സാധാരണ രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. ഒന്ന് ടെമ്പററി അഡ്മിഷൻ, പിന്നെ ഒന്ന് പെർമനൻറ്റ് അഡ്മിഷൻ. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെ പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വേണ്ട, അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കോളേജ് നേരിട്ട് പോയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇനി മനസ്സിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, സപ്പോസ് നിങ്ങൾക്കൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ടില്ല, നിങ്ങൾ ആ ഒരു കോളേജിൽ പോകുന്നില്ല, അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കിട്ടിയ അലോട്ട്മെൻറ്റ് റദ്ദാവുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻസും ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സിയുടെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ഫേസിലൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലക്കും വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓപ്ഷൻസ് കൊടുക്കുക. ഒരു കോളേജിൽ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നിങ്ങളടച്ച ഈ 10,000 രൂപയുടെ കേസ്, അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന ഒരു കേസ് എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾ സിയുടെ എല്ലാ അലോട്ട്മെൻറ്റ് ഫേസിലും പങ്കെടുത്തു. എല്ലാ അലോട്ട്മെൻറ്റ് ഫേസിലും പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ അടച്ച ഒരു 10,000 രൂപ റീഫണ്ടായിട്ട് കിട്ടും. അത് കേസ് 1. അതാണ് റീഫണ്ടായിട്ട് കിട്ടുന്ന ഒന്നാമത്തെ കണ്ടീഷൻ.
ഇനി വേറെ നിങ്ങൾക്കിത് റീഫണ്ടായി കിട്ടാതിരിക്കാനുള്ളൊരു കണ്ടീഷനുണ്ട്. അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടിയിട്ട് നിങ്ങൾ പോവാതെ സീഡ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് കിട്ടില്ല, ഈ ഒരു 10,000 രൂപ കിട്ടില്ല. അതവർ പെനാൽറ്റി ആയിട്ട് പിരിച്ചെടുക്കും. അതായത് ഇതിൻ്റെ മോറൽ ഇത്രയേ ഉള്ളൂ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സീറ്റ് അവർ അലോട്ട് ചെയ്ത് തന്നത് നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച്. എന്നിട്ട് നിങ്ങളതിൽ അതിൽ ജോയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടത്തിൻ്റെ ഒരു പങ്ക് നിങ്ങളും വഹിച്ചേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് ഈ 10,000 രൂപ അവർ പിഴയായിട്ട് ഈടാക്കും. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ്സ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് ട്രയൽ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് വരെയാണ് സാധാരണ രീതി നടത്താറുള്ളത്. ഇത്രയും അലോട്ട്മെൻറ്റ് നടത്തിയിട്ടും സീറ്റുകളൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ് മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു മോപ്പപ്പ് റൗണ്ടിലും ഫ്രഷായിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഓപ്ഷൻസൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഗവൺമെൻറ് കോളേജസ് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതായത് ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളിലേക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റ് സാധാരണ രീതി നടത്താറുള്ളത്. അതും ഫേസ് 1 ഫേസ് 2 എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈനലി നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ എല്ലാ കോളേജുകളും ഉൾപ്പെടും. അതായത് ഈ ഒരു മോപ്പപ്പ് റൗണ്ടും കഴിഞ്ഞിട്ട് ഒരുപാട് കോളേജുകളിൽ സീറ്റ് ബാക്കി വരുമ്പോൾ ആ ഒരു കോളേജുകൾ ഇൻഡിവിജ്വലി നടത്തുന്ന ഒരു ഓഫ്ലൈൻ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നമ്മുടെ CED പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് നിങ്ങൾ ആ ഒരു കോളേജിൽ നേരിട്ട് പോയി ഹാജരായി അവിടെ മാനദണ്ഡമാക്കുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ റിസർവേഷൻ സീറ്റുകളൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്കും നിങ്ങളുടെ അതിലേക്ക് നിങ്ങളുടെ അഡ്മിഷനെ അവർ പരിഗണിക്കും. പ്രധാനമായിട്ടും നിങ്ങളുടെ കീമിന് കിട്ടിയ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക സീറ്റിലെ അലോട്ട്മെൻറ്റ് തരുന്നത്. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ കോളേജുകാരും ചിലപ്പോൾ പല സമയത്തായിട്ടായിരിക്കും നടത്തുന്നത്. ഇപ്പം CET കോളേജ് ഒരു സമയത്ത് നടത്തിക്കഴിഞ്ഞാൽ CET കോളേജ് 1-ാം തീയതി നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ TKM 2-ാം തീയതി ആയിരിക്കും നടത്തുന്നത്. ചിലപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഉള്ള കോളേജുകൾ ഒരേ സമയം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തിയെന്ന് വരാം. ഉദാഹരണത്തിന് ഇപ്പം CET കോളേജ് 1-ാം തീയതിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതേ 1-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT കോട്ടയം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സോ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ട്രിക്കി പ്രൊസീജിയറാണ്. നമ്മൾ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മികച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ CEDയുടെ തന്നെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് നമ്മുടെ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയ്ക്കകത്ത് നമ്മൾ ആ ഒരു കോളേജ് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, കോളേജിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എല്ലാം തന്നെ അതിനകത്ത് കൊടുത്തിരിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ആയ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഈ 10,000 രൂപയുടെ കേസ് വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 10,000 രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റി അടച്ച പൈസ ഈ ഒരു കീമിന് അലോട്ട്മെൻറ്റ് ലഭിച്ചു ആ ഒരു കോളേജ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഫീസിൻ്റെ വകയിൽ കോമ്പൻസേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു 10,000 രൂപ കഴിഞ്ഞ് ആ കോളേജിൽ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചാൽ മതിയാവും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ. ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ ഒരു 10,000 രൂപ നിങ്ങൾ അടച്ചിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഒരു 10,000-15,000 രൂപ കൈവശം കരുതിയിരിക്കണം. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് മിനിമം അത്രയൊക്കെ വേണ്ടി വരും. പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യമാണെങ്കിൽ അറിയാമേ അതിൽ കൂടുതൽ സാധാരണ രീതിയിൽ ആവാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടമല്ല, കോളേജ് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ്. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൈവശം പൈസ കരുതിയിരിക്കണം. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല ആ ഒരു ഫീസ് ഇങ്ങോട്ട് പോകുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നമ്മൾ കോളേജ് നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം പൈസ വെച്ചിരിക്കണം. ആ പൈസ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ മേടിക്കുന്നത്. പിന്നീട് ഈ ഒരു പ്രൊസീജിയറെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് കമ്മീഷണർ നിങ്ങൾ ആദ്യം അടച്ച 10,000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും. ഞാൻ ഈ പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നവരുടെ കാര്യം മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഈ ഒരു 10,000 രൂപ റീഫണ്ടായിട്ട് കിട്ടത്തില്ല. നിങ്ങൾ ആ ഒരു കോളേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോളേജിലെ ഫീസ് ഇനത്തിലേക്ക് ഈ ഒരു 10,000 രൂപ വകയിരുത്തപ്പെടും. അപ്പോൾ ഇത്രയാണ് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ തൊട്ട് അവസാനം വരെയുള്ള പ്രൊസീജിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ പറ്റുന്ന രീതിയിൽ മറുപടി തരാം.